ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് താളം തണ്ട് വെച്ചിട്ടൊരു കറി ഉണ്ടാക്കിയാലോ? എന്നവാ നമുക്ക് വളപ്പ് പോയിട്ട് താളം തണ്ട് പറിക്കാം. താളം തണ്ട് പറിക്കുമ്പോൾ ഇതിപ്പോൾ ഈ കാണിക്കുന്ന തരത്തിലുള്ള തണ്ട് വേണം പറിക്കാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് മൂടൻ ടൈപ്പ് ഉണ്ടാവും, അതിപ്പോൾ കാണിച്ചു തരാം. മൂടൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പുതിയ ഇല വരുന്ന തണ്ടുണ്ടാവും, അത് നമ്മൾ പറിക്കാൻ പാടില്ല. കണ്ടില്ലേ? അതിനുശേഷം നമുക്ക് നല്ലത് നോക്കിയിട്ട് പറിച്ചെടുക്കാം. ഇത് നമ്മളെ വീട്ടിലെ തവരേൻ്റെ ഇലയാണ്. നമ്മൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും പോരാന്ന് പറഞ്ഞിട്ട് അമ്മ ആദ്യം പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഇനി നമുക്ക് താളം തണ്ട് വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ പ്രാണികളോ അല്ലെങ്കിൽ ചെലന്തിയുടെ വലയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കി നല്ലവണ്ണം വൃത്തിയാക്കി എടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു തോല് പറിച്ച് കളയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ചൊറിയാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ചേനയൊക്കെ മുറിക്കുമ്പോൾ ചൊറിയൂലേ, അതുപോലെ. അപ്പോൾ ഗ്ലൗസ് ഇട്ട് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അതുപോലെ ഇതിൻ്റെ വെള്ളം ഡ്രസ്സിലായിട്ടുണ്ടെങ്കിൽ കറയാണ്, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഇത് ഉണ്ടാക്കുന്നത്? പക്ഷേ ഇത് അത്രയും വിറ്റാമിനുള്ള ഒരു ചെടിയാണ്. ഇത് കൂടുതലായും നമുക്ക് ഇവിടെയൊക്കെ കിട്ടുന്നത് മഴക്കാലത്താണ്. മഴക്കാലത്ത് നമ്മുടെയൊക്കെ പറമ്പിൽ നിറച്ചും താളം തണ്ട് ഉണ്ടാവും. നമ്മളെ വീട്ടിൽ പണ്ടേ അമ്മമ്മയൊക്കെ ഈ കറി ഉണ്ടാക്കലുണ്ട്. അത് കണ്ടിട്ട് അമ്മയും പഠിച്ചു. ഇപ്പോൾ അമ്മ നമുക്കും ഉണ്ടാക്കി തരും ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്കിത് എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു തവണയെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്തായാലും ഇഷ്ടപ്പെടും. മുറിച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കയ്യിൽ ഇതുപോലെ കറ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വെള്ളത്തിലേക്ക് മുറിച്ചിടാം. ഇത് നമുക്ക് ചെറുങ്ങനെ മുറിച്ചിടണമെന്നൊന്നുമില്ല, കുറച്ച് വിലുങ്ങനെ തന്നെ മുറിച്ചിടാം. കാരണം വെന്ത് വരുമ്പോഴത്തേക്കും ഇത് കുഴഞ്ഞിരിക്കും. ഇനി നമുക്കിത് നല്ലവണ്ണം കഴുകിയെടുക്കാം. ഒരു ബോണിയിലിട്ടിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നല്ല വൃത്തിക്ക് കഴുകി അരിപ്പക്കയിൽ വെച്ചിട്ട് ഊറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇടാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി, കാരണം ഇത് വെന്ത് വരുമ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് മാത്രം ഉപ്പിട്ടാൽ മതി. പിന്നെ ഇവിടെ നമ്മൾ 4 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഗ്യാസിൽ വെക്കാം, എന്നിട്ടൊരു മൂടി എടുത്തിട്ട് അടക്കാം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റിന് ശേഷം ഈ മൂടി തുറന്നിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ലേ, ഈ താളം തണ്ടിൽ തന്നെ വെള്ളം വരും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മൂടി തുറന്നിട്ട് നല്ലോണം, ഇപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ അളവ് നല്ലോണം കുറഞ്ഞു വരുന്നത്. നല്ലോണം വെന്ത് കഴിയുമ്പോഴത്തേക്കും താളം തണ്ടിൽ തന്നെ നല്ലോണം വെള്ളം ഇല്ലോണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. ഇത് നോക്കിയാട്ടെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ നല്ലോണം വെള്ളം വന്നു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങയാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചതച്ചതൊക്കെ കുറച്ച് നല്ലോണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനൊക്കെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. താളം തണ്ടിൽ തന്നെ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട്. നമ്മൾ ഒരു തുള്ളി വെള്ളം പോലും ഇത് ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചിട്ടില്ല. ഇതാ നോക്കിയേ, അതിപ്പോൾ ഈ വെള്ളത്തിൽ കിടന്ന് നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കാം. പണ്ട് കാലത്തെ ആൾക്കാർ ഇത് കഞ്ഞീൻ്റെ കൂടെയൊക്കെയാണ് കൂടുതലായും കഴിച്ചുകൊണ്ടിരുന്നത്. കഞ്ഞിയും താളം കറിയും അതുപോലെ തന്നെ തൈരൊക്കെ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇതിപ്പോൾ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഉപ്പിടുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവാണ്, അത് നിങ്ങൾ നോക്കിയിട്ട് ആ സമയം ഇട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് വറുത്തിടുവാണേ വേണ്ടത്. ഒരു പാത്രം എടുത്ത് അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ ഇതിലേക്ക് ഇടുന്നത് വെളുത്തുള്ളി ചെറുതായി മുറിച്ചതാണ്. ഇനി നമുക്കിത് നല്ലവണ്ണം ഇളക്കിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഉണക്കമുളക് 2 എണ്ണം പൊട്ടിച്ചതിടാം. പിന്നെ കറിവേപ്പിലയാണ് വേണ്ടത്. കറിവേപ്പില കുറച്ച് നല്ലോണം വേണം. അത് നമുക്ക് കറിയിലേക്ക് വറുത്തിടാം. അങ്ങനെ നമ്മളെ താളം തണ്ട് കറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.